അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. കമ്മ്യൂണിക്കേറ്റീവ് പ്രൊഫസിയിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള അൽ-ലുഗത്തുൽ അറബിയ്യ എന്ന പാഠത്തിലെ രണ്ടാമത്തെ ടെക്സ്റ്റാണ് നമുക്ക് നോക്കാനുള്ളത്. ഫവായിദു തഅല്ലുമുൽ ലുഗത്തിൽ അറബിയ്യ, അറബി ഭാഷ പഠിക്കുന്നത് കൊണ്ടുള്ള ഉപകാരങ്ങൾ. ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഖദ് യസ്അലു സായിലു, ചില ആളുകളൊക്കെ അങ്ങനെ ചോദിക്കും, എന്തിനാണ് അറബി ഭാഷ പഠിക്കുന്നത്? ഇന്നത്തെ കാലത്ത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇംഗ്ലീഷാണല്ലോ പ്രധാനമായിട്ടുള്ള ഭാഷ. ഇംഗ്ലീഷാണ് വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ സയൻസ് ടെക്നോളജിയിലും സാധാരണ ജീവിതത്തിലും നമ്മുടെ ഇന്റർനെറ്റ് വെബുകളും അതുപോലെ തന്നെ ലോകത്ത് എല്ലാവരും കോൺടാക്ട് ചെയ്യുന്നത്, പരസ്പരം സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണല്ലോ. അതുകൊണ്ട് ഒരാൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും മറ്റുള്ളവരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുകയില്ല. അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കണം. നമ്മൾ ഒരിക്കലും അറബി പഠിച്ചാണ് സമയം കളയരുത് എന്ന് ചിലരൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ്, ഇത്തരം ചോദ്യങ്ങളിലേക്ക് നമുക്ക് മറുപടി ആയിട്ട് പറയാൻ കഴിയുന്നത്, ഏതൊരു അന്യഭാഷ പഠിക്കുകയും ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതിൽ വളരെയധികം ഉപകാരമുണ്ട്. കാരണം ഈ ഒരു ഫോറിൻ ലാംഗ്വേജുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, ഒരുപാട് ജോലി സാധ്യതകൾ ഉണ്ടാവും. നമുക്ക് അധ്യാപകരായിട്ട് ജോലി ചെയ്യാം, അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റർ ആയിട്ട് അല്ലെങ്കിൽ ജേർണലിസ്റ്റുകളായിട്ട്, അതല്ലാത്ത ഒരുപാട് ജോലികൾ നമുക്ക് കിട്ടും. അത് കാരണത്താൽ തന്നെ എല്ലാ രാജ്യങ്ങളിലും ഈ ഫോറിൻ ലാംഗ്വേജുകൾ പഠിക്കാൻ നല്ല പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അതിനുള്ള ഒരുപാട് സെന്ററുകൾ, അതുപോലെ തന്നെ ഈ കോളേജിലും യൂണിവേഴ്സിറ്റികളിലും ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഒരുപാട് അതിനുള്ള വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ, ഈ ലുഗത്തുൽ അജ്നബിയ്യ ഫോറിൻ ലാംഗ്വേജ് പഠിക്കാനുള്ള ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ടാവാറുണ്ട്. ഇതിൽ നിന്ന് ഓരോ വർഷവും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ബിരുദമെടുത്ത് പുറത്തിറങ്ങുന്നത്. കാരണം ഈ ഒരു മേഖലയിൽ ഉണ്ടാകുന്ന ഒരു സ്കില്ലായി കഴിഞ്ഞാൽ, ഒരു ഫോറിൻ ലാംഗ്വേജ് അറിയുന്ന ഒരാൾ കഴിഞ്ഞാൽ അയാൾക്ക് എന്താണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അതുപോലെ തന്നെ ആ ഒരു ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ അവരുടെ ഒരു പ്രകൃതം, അവരുടെ സംസ്കാരം, അവരുടെ ആചാരങ്ങൾ, ഇതെല്ലാം അയാൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഭാഷ എന്നുള്ളത് ആ ഒരു ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ സംസ്കാരത്തെ മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു മാർഗമാണ് അവരുടെ ഭാഷ പഠിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ ആ ഭാഷയിൽ വരുന്നിട്ടുള്ള ആർട്സിലും അതുപോലെ തന്നെ റിസർച്ചുകളിലും സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ ഭാഷയിൽ നടക്കുന്ന പഠനങ്ങൾ, അതൊക്കെ അതിലുള്ള അപ്ഡേറ്റുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഒരു കോമൺ ലാംഗ്വേജ് ആയിട്ട് എല്ലാ ലോകത്തുള്ള എല്ലാവരും സംസാരിക്കുന്ന ഒരു കോമൺ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് മാറിയിട്ടുണ്ടെങ്കിലും ഇംഗ്ലീഷ് അല്ലാത്ത മറ്റുള്ള ഭാഷകളുണ്ടല്ലോ, ഇതുപോലെ ഫ്രഞ്ച് പോലെ, അതുപോലെ ജർമ്മൻ, സ്പാനിഷ്, ചൈനീസ്, ജാപ്പനീസ്, അറബി, അതുപോലെ തന്നെ കൊറിയൻ ഭാഷ, ഈ ഭാഷകളൊക്കെ അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. കാരണം അതിൽ നടക്കുന്ന ഒരുപാട് സ്റ്റഡികളുണ്ട്. ആ സ്റ്റഡികളിൽ ആ ഒരു പഠനങ്ങളിലുള്ള അപ്ഡേറ്റ് ഈ ഭാഷ അറിഞ്ഞാലേ നമുക്ക് എന്താകുള്ളൂ, അറിയുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഭാഷയുടെ ആളുകളൊക്കെ അവരുടെ ആ ഭാഷ മുറുകെ പിടിക്കുകയും അതുപോലെ തന്നെ അതിൽ അവർ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നുണ്ട്. അവർ അതിനെ പരമാവധി എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഈ ലോകത്ത് അതിനെ വ്യാപകമാക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. ഏതൊരാളും അവരുടെ ഭാഷ കൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മൾ മലയാളികൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ മലയാളത്തിൽ സംസാരിക്കുമ്പോഴാണ് കൂടുതൽ കംഫർട്ടബിൾ ആകുന്നത്. അതുപോലെ തന്നെ ഏതൊരാളുടെയും ഐഡന്റിറ്റിയാണ് അയാളുടെ ഭാഷ എന്നുള്ളത്. അപ്പോൾ എല്ലാ ആളുകൾക്കും അവരുടെ ഭാഷ അവരുടെ ഐഡന്റിറ്റി ആയിട്ട് മുറുകെ പിടിക്കാനും അതേപോലെ തന്നെ അതിൽ അഭിമാനിക്കാനും അവരുടെ ഭാഷ കൊണ്ട് അഭിമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ ലോകത്ത് ഒരു ഭാഷ, ഒരൊറ്റ സംസ്കാരം, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരച്ചെടുത്താണ് ബുദ്ധിക്കത്താണ് ഒരുക്കുന്ന ഒരു അച്ച്, ആ ഒരു അച്ചിലെടുത്താണ്ട് ഒരൊറ്റ ഭാഷ ഒരൊറ്റ സംസ്കാരം എന്ന് പറഞ്ഞാണ്ട് നമ്മൾ ഒന്നിനെയും അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. മറിച്ച് എല്ലാവർക്കും അവരുടെ വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങളും അവരുടേതായുള്ള ഭാഷയും ഐഡന്റിറ്റിയും ഉണ്ട്. അത് അവരുടെ അവകാശമാണ്. അതുപോലെ തന്നെ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ഒമിൻ ഹാദൽ മൻതിക്ക്, ഈ അറബി ഭാഷയ്ക്ക് ലോകോത്തര നിലവാരത്തിൽ അറബിയുടേതായിട്ടുള്ള സ്ഥാനമുണ്ട്. കാരണം ഈ എക്കണോമിക് ആയിട്ടുള്ള അതുപോലെ സയന്റിഫിക് കൾച്ചറൽ മേഖലയിൽ അറബിയുടേതായിട്ടുള്ള സംഭാവനകളുണ്ട്. അതുകൊണ്ട് അറബിക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ അറബി ഈ ലോകത്തുള്ള ഏറ്റവും നല്ല എനർജി സോഴ്സുകൾ പെട്ട ഒന്നാണല്ലോ പെട്രോളിയത്തിന്റെ പ്രധാന ഉത്ഭവ കേന്ദ്രം അറബി നാടുകളായത് കാരണത്താൽ തന്നെ ഈ അറബിക്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രാധാന്യമുള്ള ഒരു കാര്യം, അറബി എന്നുള്ളത് യുണൈറ്റഡ് നേഷൻസിന്റെ ഔദ്യോഗിക ഭാഷകൾ, 6 ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാണ് അറബി. അതുപോലെ നമ്മുടെ ഈ നാടുകളിൽ, നമ്മുടെ ഇന്ത്യയിൽ അറബിക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. കാരണം യൂണിവേഴ്സിറ്റികളിലും അതേപോലെ തന്നെ കോളേജുകളിലൊക്കെ അറബിക് ഡിപ്പാർട്ട്മെന്റുകളും അതേപോലെ തന്നെ അറബിക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഈ അറബി പഠിക്കലുകൊണ്ട് നമുക്ക് അറബിയിലുള്ള സംസ്കാരങ്ങളും കാര്യങ്ങളും മനസ്സിലാവുക മാത്രമല്ല, മറിച്ച് അറബി പഠിക്കൽ കൊണ്ട് നമുക്ക് ഒരുപാട് ജോലി അവസരങ്ങൾ കൂടെ നേടാൻ കഴിയുന്നുണ്ട്. അതുമാത്രമല്ല ഇന്ത്യയും അറബ് രാജ്യങ്ങളും ഇന്ന് നല്ല രീതിയിലുള്ള ബന്ധം ഊഷ്മളമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കിടയിലുള്ള, നമ്മുടെ ഈ രാജ്യങ്ങൾക്കിടയിലുള്ള ബന്ധം വളരെയധികം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സെക്ടറുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ ഈ അറബി പഠിക്കുന്ന ആളുകൾക്ക് അറേബ്യൻ നാടുകളിൽ പോയിട്ട് അവിടെയുള്ള വലിയ വലിയ കമ്പനികൾ ജോലി കയറാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇന്ന് ഇൻവെസ്റ്റ്മെന്റുകൾ ഇന്ത്യയും അതുപോലെ തന്നെ അറബി നാടുകളൊക്കെ ഇൻവെസ്റ്റ്മെന്റ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ അധികം അധികരിച്ചിട്ടുണ്ട്. അത് കാരണത്താൽ ഇന്ത്യയിൽ തന്നെ എന്തുണ്ട്, ഒരുപാട് അറേബ്യൻ കമ്പനികളുണ്ട്, ബ്രാൻഡുകളുണ്ട്. അത് കാരണത്താൽ ഇന്ത്യയിൽ തന്നെയുള്ള അറബി കമ്പനികളിലും അറേബ്യൻ ഗൾഫ് കമ്പനികളിലൊക്കെ നമുക്ക് ജോലി ചെയ്യാൻ കഴിയും. അവർ ട്രാൻസ്ലേറ്റർ ആയിട്ടൊക്കെ നമുക്ക് ജോലി ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ കണ്ടന്റുകൾ ഉണ്ടല്ലോ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുള്ള യൂട്യൂബ്, ഗൂഗിള് അതുപോലെയുള്ള അതിലുള്ള ഡിജിറ്റൽ കണ്ടന്റുകൾ, ആ കണ്ടന്റുകൾ പരിശോധിക്കുക, അങ്ങനെയുള്ള ഒരുപാട് ജോലികൾ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് അറബി രാജ്യങ്ങൾക്ക് വേണ്ടിയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ജോലി ചെയ്യാൻ കഴിയും. ഇന്ന് ഏകദേശം ഗൾഫിൽ 8 മില്യണോളം ഇന്ത്യക്കാരാണ് ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതൊരവസരത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്? ഗൾഫിലെ രാജ്യങ്ങളിലൊക്കെ പരമാവധി സ്വദേശവൽക്കരണം, അവിടെ എന്താണ് വിദേശികളൊക്കെ ഒഴിവാക്കുന്ന സ്വദേശവൽക്കരണം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഏകദേശം 8 മില്യണോളം ആളുകൾ എന്താണ് ഇന്നും അറബി രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അറബി പഠനം അത് അറേബ്യൻ കൾച്ചറുകളെ മനസ്സിലാക്കാൻ നമുക്ക് കൂടുതൽ സഹായകമാകും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസും ഖുർആനൊക്കെ ഒരു കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് എന്താകും, അറബി ഭാഷ സഹായമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അറബി ഭാഷ പഠിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലും അതുപോലെ തന്നെ ആഖിറത്തിലും രണ്ട് ലോകത്തും എന്താണ് ഉപകാരപ്പെടുന്ന, അഥവാ മാദിയത്തും റൂഹിയത്തുമായിട്ടുള്ള രണ്ട് ലോകങ്ങളിൽ എന്താണ് ഭൗതിക ലോകത്തും ആത്മീയ ലോകത്തൊക്കെ ഉപകാരപ്പെടുന്ന കാര്യമാണ് അറബി പഠിക്കുക എന്നുള്ളത്. ഇനി അടുത്തതായിട്ടുള്ളത് കുറച്ച് ഡയലോഗാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഡയലോഗ് രൂപത്തിൽ എന്താണ് ഇവിടെ അവതരിപ്പിച്ചൊക്കെയാണ്. രണ്ടാമത് അബ്ദുൾ ചോദിക്കുന്നുണ്ട് അറബി ഭാഷ എന്നുള്ളത് വളരെയധികം അട്രാക്റ്റീവ് അല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതേന്ന് പറയുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അതേപോലെ അതിന്റെ അവസാന ഭാഗത്ത് കുറച്ച് വ്യത്യാസമായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ അറബി ഭാഷ പഠിപ്പിക്കുന്ന കാര്യത്തിൽ എന്തുണ്ട്, ഇന്ത്യയിൽ പഠിപ്പിക്കുന്ന കാര്യത്തിൽ കുറച്ച് ന്യൂനതകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് മാസിൻ ചോദിക്കുന്നുണ്ട്, അബ്ദുൾ ചോദിക്കുന്നുണ്ട് എന്താണ് ഇന്ത്യയിലുള്ള ന്യൂനത എന്ന് ചോദിക്കുന്ന സമയത്ത് മാസിൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം ഈ അറബി ഭാഷ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ എന്ത് ചെയ്യുന്നില്ല, അറബി ഭാഷ ഉപയോഗിക്കുന്നില്ല. നമ്മൾ കേവലം ഇങ്ങനെ പുസ്തകത്തിൽ പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, അതല്ലാതെ നമ്മൾ കൂടുതൽ അറബി ഉപയോഗിക്കുന്നില്ല എന്നുള്ള അതിന്റെ പോരായ്മയാണ് എന്ന് പറയുന്നു. പിന്നീട് അറബി പഠിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഇതിന് മുമ്പുള്ള പാഠങ്ങളിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. അറബി നല്ലപോലെ പഠിക്കാൻ ഉള്ള മാർഗ്ഗങ്ങൾ കേൾക്കുക, എഴുതുക, പറയുക, അതൊക്കെയാണ്. അതുപോലെ തന്നെ ഈ മാസിൻ ഇത്ര നേരം നന്നായി അറബി സംസാരിക്കുന്നത് എന്താണ്, അവന്റെ വീട്ടിൽ അവനെ പഠിപ്പിച്ചത് കൊണ്ടാണ്. അപ്പോൾ ചെറുപ്പകാലത്ത് തന്നെ അറബി പഠിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയും. അതുപോലെ തന്നെ എങ്ങനെയാണ് അറബി പഠിക്കേണ്ടത് എന്നുള്ള ഒരു ചെറിയ ഭാഗം കൂടെ ഇതിൽ ഈ സംഭാഷണത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗം എന്നുള്ളത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സസൈസൂടെ നമുക്ക് നോക്കാം. ആദ്യത്തെ ആയിട്ടുള്ളത് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനുള്ളതാണ്. ആദ്യ ചോദ്യം, ഒരു മനുഷ്യൻ എന്താണ് ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും നല്ലപോലെ എന്ത് ചെയ്യാൻ കഴിയുമോ, ആളുകളുമായിട്ട് സംസാരിക്കുന്നതിൽ പ്രയാസം ഉണ്ടാവോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല, അങ്ങനെ പ്രയാസം ഉണ്ടാവുകയില്ല. കാരണം ഇംഗ്ലീഷ് എന്നുള്ള ഒരു കോമൺ ലാംഗ്വേജ് ആയിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾക്ക് ലോകത്തിന്റെ എവിടെ പോയി കഴിഞ്ഞാലും നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയും. അതുപോലെ തന്നെ അറബി പഠിക്കുന്നതിന്റെ പ്രത്യേകത, അതിന്റെ ഉപകാരം എന്താണ്, അത് നമ്മൾ ഒരുപാട് ഉപകാരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എഴുതാം. അതുപോലെ തന്നെ അറബി എന്നുള്ളത് ഒരു ലോക നിലവാരത്തിൽ പരിഗണിക്കപ്പെടുന്ന ഒരു ഭാഷയാണോ? അതെ, പരിഗണിക്കപ്പെടുന്ന ഭാഷയാണ്. കാരണം അറബിയിൽ എന്താണ്, അറബി ഭാഷ ലോകത്ത് കൾച്ചറലായിട്ടും അതുപോലെ തന്നെ എക്കണോമിക്കലി ആയിട്ടും അതുപോലെ തന്നെ സയന്റിഫിക് ആയിട്ടും ഏത് മേഖലയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അറബി ഭാഷ നല്ല രീതിയിൽ പരിഗണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അറേബ്യയിലാണ് കൂടുതൽ എന്തുള്ളത്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉള്ളത്, അതിന്റെ ഖനികളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് കാരണത്താൽ തന്നെ ലോകത്ത് വളരെയധികം പ്രാധാന്യമുള്ള UN-ലൊക്കെ ഒരു ഔദ്യോഗിക ഭാഷയായിട്ടുള്ളതാണ് അറബി എന്നുള്ളത്. അതുപോലെ തന്നെ നാലാമത്തതായിട്ടുള്ളത്, അറബി പഠിച്ച ആളുകൾക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയാണെന്നാണ്. വലിയ വലിയ കമ്പനികളിൽ എന്താണ്, അറേബ്യൻ കമ്പനികളിലൊക്കെ ജോലി ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റർ ആവാം, അധ്യാപകരാവാം, അങ്ങനെയുള്ള ഒരുപാട്, അതേപോലെ തന്നെ ജേർണലിസ്റ്റുകളാവാം, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എത്ര ആളുകളാണ് ഗൾഫ് രാജ്യങ്ങൾ, എത്ര ഇന്ത്യക്കാരാണ് ജോലി ചെയ്യുന്നുള്ളത്? ഏകദേശം 8 മില്യൺ ആളുകളിൽ ഗൾഫ് രാജ്യങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് നമ്മൾ ബ്ലാങ്ക് വിട്ട ഭാഗങ്ങൾ പൂരിപ്പിക്കാനുള്ളത്. നമുക്ക് നോക്കാം. ഒന്നാമത്തത്, മാ ഫായിദത്തു തഅല്ലുമുൽ ലുഗത്തിൽ അറബിയ ഫി ഹാദിഹിൽ അയ്യാം അല്ലത്തി അസ്ബഹത ഫിഹ അൽ-ലുഗത്തുൽ ഇൻജിലീസിയ. അവിടെ അസ്ബഹത്ത് എന്നാണ് വേണ്ടത്. രണ്ടാമത്തേത്, ഫൈദാ കാനൽ മർഉ യഅരിഫുൽ ലുഗത്തുൽ ഇൻജിലീസിയ. അവിടെ യഅരിഫു എന്നുള്ളതാണ് വേണ്ടത്. അതേപോലെ തന്നെ ഫഹുനാക ഹവാലി സമാനിയത്ത മലായൻ, അവിടെ സമാനിയത്ത എന്നുള്ളതാണ് ശരി. നാലാമത്തത്, ഇന്ന മിൻ അഹമ്മ ഫവായിദിൽ ലുഗത്തിൽ അറബിയ തഅല്ലുമുൽ ലുഗത്തിൽ അറബിയ ഹിയ അന്നഹ തംനഹുക ഇത്ലാലതൻ. അവിടെ തംനഹുക എന്നാണ് വേണ്ടത്. അതുപോലെ തന്നെ അഞ്ചാമത്തേതായിട്ടുള്ളത്, വഅലൈഹി ഫഇന്ന തഅല്ലുമുൽ ലുഗത്തിൽ അറബിയ വൽ മഹാറത ഫിഹ യഹ്മിലു. അവിടെ യഹ്മിലു എന്നാണ് ഇവിടെ രണ്ട് കൊടുത്തിട്ടുണ്ട്, തഹ്മിലും യഹ്മിലും കൊടുത്തിട്ടുണ്ട്. അതിൽ യഹ്മിലു എന്നുള്ളതാണ് അഞ്ചാമത്തേൽ ശരിയായിട്ട് വരുന്നത്. അവിടെ പാഠഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ യഹ്മിലാനി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രാക്കറ്റിൽ യഹ്മിലാനി ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യഹ്മിലു എന്ന് ഉപയോഗിക്കാം.
അടുത്തതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് ജുംല ഉണ്ടാക്കാനുള്ള അൽഫാദുകൾ. ഈ അൽഫാദുകളുടെ മായന ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തത് അൽ മുഹ്തവിയാത്തുർ റഖമിയ, ഡിജിറ്റൽ കണ്ടന്റ്. അതുപോലെ അൽ ഇസ്തിസ്മാറാത്തുൽ ബൈനിയ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇസ്തിസ്മാറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. പരസ്പരം രാജ്യങ്ങൾ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിനാണ് ഇസ്തിമാറത്തുൽ ബൈനിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അലാഖത്തുൽ ഇഖ്തിസാദിയ എന്ന് പറഞ്ഞാൽ എക്കണോമിക്കൽ റിലേഷൻ ആണ്. അലാഖത്ത് എന്ന് പറഞ്ഞാൽ റിലേഷൻ. ഹുവിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിറ്റി. ഫുർസത്തുൽ അമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് റീറൈറ്റ് ചെയ്യാനുള്ളതാണ്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ പിന്നീട് ട്രാൻസ്ലേഷൻ വരുന്നുണ്ട്, അറബി ടു ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ടു അറബി. നമ്മുടെ പാഠഭാഗത്ത് നിന്നുള്ള ഭാഗം തന്നെയാണ്. സിമ്പിളായിട്ട് വായിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കതിനെ അറബിയിലേക്കൊക്കെ മാറ്റാൻ സിമ്പിളായിട്ട് കഴിയും. നമുക്കതും സ്കിപ്പ് ചെയ്യുക, അത്തരം ചോദ്യങ്ങൾ വരാറില്ല. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് ജുംല ഉണ്ടാക്കാനുള്ളതാണ്. ജുംല ഉണ്ടാക്കാനുള്ളതിൽ വാക്കുകളുടെ അർത്ഥം നോക്കി വെക്കാം. വാക്കബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പം നടക്കുക എന്നുള്ളതാണ്. തമസ്സക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറുകെ പിടിക്കുക. ഇഫ്തഖറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനിക്കുക. തമത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യുക, സുഖം അനുഭവിക്കുക, എൻജോയ് ചെയ്യുക, അതാണ് അർത്ഥം. ഹക്ക ഈ ഹക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവകാശപ്പെടുക, അവകാശം ഉണ്ടാവുക. അതുപോലെ തന്നെ ഇൻസഹറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഉരുകുക എന്നുള്ള അർത്ഥമാണ്. ഉരുകുക എന്നുള്ള അർത്ഥമാണ് ഇൻസഹറ എന്നുള്ളതിനുള്ളത്. അതുപോലെ തന്നെ മനഹ യംനഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൽകുക എന്നുള്ള അർത്ഥമാണ്. തഹസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നാക്കുക. വഫറ യഫിറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൽകുക എന്നുള്ള അർത്ഥം തന്നെയാണ്. തവാസല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത്. അവസാനമായിട്ട് ഇവിടെ ശരിയും തെറ്റും, ജുംല എന്താണ് ശരിയും തെറ്റും നോക്കാനുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ജുംലയിൽ വലിയ പ്രശ്നമൊന്നുമില്ല, ഒന്നാമത്തെ ജുംല ശരിയാണ്. രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തേതിലും കുഴപ്പമൊന്നുമില്ല, രണ്ടാമത്തതും ശരിയായിട്ടുള്ളതാണ്. മൂന്നാമത്തതിൽ ചെറിയ തെറ്റ് കാണുന്നുണ്ട്. അവിടെ ലോത്തുൽ അറബിയ ഇവിടെ കൊടുത്തിട്ടുള്ളത്, ലോത്തുൽ അറബിയ അവർ ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ ആ ഭാഷയുടെ സംസ്കാരത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ അങ്ങനെയല്ല, അവിടെ ലാ തംനഹുന എന്നാണ് കൊടുത്തിട്ടുള്ളത്, അവിടെ തംനഹുന എന്ന് മതി. അതുപോലെ തന്നെ വലാ തുസായിദുന എന്ന് കൊടുത്തിട്ടുള്ളത്, അവിടെ തുസായിദുന എന്ന് മതി. ഒരു ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു സംസ്കാരത്തെ ആ ഭാഷയിൽ വരുന്ന അപ്ഡേറ്റുകളാണ് നമുക്ക് എന്താവും മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ അത് മനസ്സിലാക്കാൻ കഴിയൂല, അത് അങ്ങനെ ആ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ലാ തംനഹു എന്നുള്ളതും ലാ തുസായിദു എന്നുള്ളതും ആ രണ്ട് ലാമും വേണ്ട, അത് തെറ്റാണ്. അതുപോലെ തന്നെ നാലാമത്തെ എന്താണ്, തെറ്റാണ്. നാലാമത്തേൽ എന്തുണ്ട്, ഫല്ലുഅത്തു ലൈസത്ത് മിൻ അഹമിൽ മുക്കവ്വിനാത്തുൽ ഹുവയ്യ എന്ന് പറയുന്നുണ്ട്. ഒരു ഭാഷ എന്നുള്ളത് അവരുടെ ഐഡന്റിറ്റിയുടെ പ്രധാന ഘടകം തന്നെയാണ്. പക്ഷെ ഇവിടെ പ്രധാന ഘടകമല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ ലൈസത്ത് എന്ന് വേണ്ട, ഫല്ലുഅത്തു മിൻ അഹമി മുക്കവ്വിനാത്തുൽ ഹുവയ്യ എന്ന് മതിയാകുന്നതാണ്. അതുപോലെ തന്നെ അഞ്ചാമത്തതിൽ വലിയ കുഴപ്പമൊന്നുമില്ല, അഞ്ചാമത്തതും ശരിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നിന്ന് വരുന്നുള്ളത്. ഇനി നമുക്ക് ഒരു ടെക്സ്റ്റ് കൂടെ ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.